ചേലക്കരയിലേക്ക് പോകാം. ആനന്ദ് ചേരുന്നുണ്ട്. അവിടെ നിന്ന് ആനന്ദ്, ചേലക്കരയും ഒരുപക്ഷെ തുടങ്ങിയിടത്ത് നിന്ന് ബഹുദൂരമാണ് ഇന്ത്യയെ പോയിരിക്കുന്നത് അല്ലേ? കാരണം നമുക്ക് ഇന്നലെ നടന്ന കുട്ടിക്കലാശത്തിൽ നിന്ന് തന്നെ എത്രത്തോളം ആളുകൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്ന കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ആവേശം പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരും ഒന്നാകെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി ചേലക്കരയും മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണം അവിടെ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും. അതായത് ചേലക്കരയുടെ ഒരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഇടതുപക്ഷ സ്വഭാവമാണെങ്കിലും പക്ഷേ കാലക്രമേണ ആ ഒരു സ്വഭാവത്തിൽ വളരെയധികം മാറ്റം വരുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ BJPയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഞാൻ എല്ലായ്പ്പോഴും സൂചിപ്പിക്കാറുള്ള പോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കിട്ടിയത് ഏതാണ്ട് 35,000-ഓളം വോട്ടുകളാണ്. അപ്പോൾ അത് വ്യക്തിപരമല്ല, അത് സംഘടനാപരമായിട്ടുള്ള വോട്ടുകളാണെന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വശം. അപ്പോൾ ആ തലത്തിൽ BJPക്ക് അവിടെ ഏതാണ്ട് 30,000-ൽ മുകളിൽ അടിസ്ഥാന വോട്ടുകൾ ഉണ്ട ഒരു മണ്ഡലമായിക്കൊണ്ട് ചേലക്കര മാറിയിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന നിഷ്പക്ഷ വോട്ടുകളും വിവിധ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് എത്തിയിട്ടുള്ള വോട്ടുകളും പുതുതായി ചേർത്ത വോട്ടുകളും ഇതെല്ലാം കൂടിക്കൊണ്ട് അധിക വോട്ടുകൾ BJP പെട്ടിയിലേക്ക് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിജയം അസാധ്യമല്ല എന്നുള്ള ഒരു കണക്കൂട്ടിൽ തന്നെയാണ് BJP. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന കൊട്ടിക്കലാശത്തിൽ അത് വ്യക്തമാണ്, ആ ചിത്രങ്ങൾ. കാരണം BJPയുടെ ആ ഒരു കൊട്ടിക്കലാശം എന്ന് പറയുന്നത് നിരവധി ആളുകൾ, കൊച്ചുകുട്ടികൾ തുടങ്ങി മുതിർന്ന അമ്മമാരും സ്ത്രീകളും അടങ്ങുന്ന ഒരു വലിയ പങ്കാളിത്തം, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ പങ്കാളിത്തം BJPയുടെ എല്ലാ പരിപാടികളിലും അവിടെ പ്രകടമാണ്. ഇന്നലെ കുട്ടിക്കലാശത്തിലും അത് പ്രകടമാണ്. മാത്രമല്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നേരിട്ടാണ് ചേലക്കരയിലെ കുട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. അപ്പോൾ ആ തലത്തിൽ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJP അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇനി ചേലക്കരയിലെ പൊതു സ്വഭാവം പറയുകയാണെങ്കിൽ 3 മുന്നണികളും ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിൽ തന്നെയാണ് മണ്ഡലത്തിൽ തുടക്കം മുതൽ കളമൊരുങ്ങിയിരിക്കുന്നത്. രമ്യ ഹരിദാസാണ് UDF-ന് വേണ്ടി മത്സരിക്കുന്നത്, LDF-ന് വേണ്ടി മത്സരിക്കുന്നത്, UR പ്രദീപാണ്. എന്തായാലും ഇത്തവണ ഈ പോരാട്ടം ആർക്കും വിജയം അത്ര എളുപ്പമാവില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് ആ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു മാസമായി മണ്ഡലം തരുന്ന ഒരു ചിത്രം. മാത്രമല്ല വിവിധ പാർട്ടികളിൽ നിന്ന് നിരവധി ആളുകൾ BJPയിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ചയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി അടക്കം അത്തരത്തിൽ ചേലക്കരയിലെ CPM-ന്റെ ഒരു മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കുടുംബവും BJPയിലേക്ക് അംഗത്വം സ്വീകരിച്ചിരുന്നു. അപ്പോൾ ആ തലത്തിൽ ഒരു വലിയ ഒഴുക്ക് വിവിധ പാർട്ടികളിൽ നിന്നായിട്ട് BJPയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ചേലക്കരയിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രത്യേകിച്ച് ഈ കർഷക വിഷയങ്ങളും അവിടുത്തെ അടിസ്ഥാന വർഗ്ഗങ്ങളിലെ പ്രാഥമികമായിട്ടുള്ള വിഷയങ്ങളുമെല്ലാം തന്നെയാണ് BJP തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം. എന്തായാലും ഈ 3 മുന്നണി സ്ഥാനാർത്ഥികളടക്കം 9 സ്ഥാനാർത്ഥികളാണ് ചേലക്കരയിൽ മത്സരരംഗത്തുള്ളത്. അതിൽ DMKയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി, കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ NK സുധീർ ഉണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 2,18,000 വോട്ടുകളുടെ മണ്ഡലത്തിൽ ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം 70% വോട്ടുകൾ ഏറ്റവും ചുരുങ്ങിയത് പോൾ ചെയ്യുമെന്ന് തന്നെയാണ് മുന്നണികളുടെ വിശ്വാസം. എന്തായാലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. സ്ഥാനാർത്ഥികൾ വീടുകൾ കയറി ഇറങ്ങുന്നുണ്ട്, വ്യക്തികളെ കാണുന്നുണ്ട്, സാമൂഹികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉയർന്ന ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നിശബ്ദ പ്രചാരണം തന്നെ ആയിരിക്കും ഇന്ന് മണ്ഡലത്തിൽ എമ്പാടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. തീർച്ചയായും. എന്തായാലും വയനാടും ചേലക്കരയിലും ആരവങ്ങളില്ലാത്ത നിശബ്ദ പ്രചാരണത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിൽ തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ സാമഗ്രികളൊക്കെ ഇന്ന് എത്തി തുടങ്ങും. ഉച്ചയോടുകൂടി അതെല്ലാം പൂർത്തിയാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.